ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെ നമ്മുടെ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം എന്നതാണ്. ഇതിപ്പോൾ എൻ്റെ പല ക്ലാസ്സുകളാണ്. ഇതിൽ നിന്ന് എനിക്ക് ഏത് ടീച്ചറിൻ്റെ ക്ലാസ്സാണോ ആ ടീച്ചറിൻ്റെ ക്ലാസ് നമ്മൾ ഓപ്പൺ ആക്കുന്നു. അവിടുന്ന് താഴെ സ്ട്രീം ക്ലാസ് വർക്ക് പീപ്പിൾ കാണാൻ നമ്മൾ ക്ലാസ് വർക്ക് എടുക്കുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് അസൈൻമെൻ്റ് ആണോ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ അസൈൻമെൻറ്റ് ഓപ്പൺ ആക്കുക. ഇതിപ്പോൾ ഒരു അസൈൻമെൻ്റ് ആണ്. ഓക്കെ, ഇവിടെയാണ് എനിക്ക് എൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സാമാണ്. പ്ലീസ് ആൻസർ എ ക്വസ്റ്റ്യൻ ഗിവൺ ഇൻ വാട്സപ്പ് ആൻഡ് സബ്മിറ്റ് ഓപ്ഷൻ വൈസ്. ഇവിടെ എനിക്ക് ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം. ഞാൻ ആൻസർ ചെയ്ത ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഐ വിൽ ഗോ ടു മൈ വർക്ക്. ഇവിടെ യുവർ വർക്ക് എന്ന് കാണാം. ഇവിടെ കാണാം അറ്റാച്ച്മെൻറ്റ്സ് മാർക്ക് ആസ് ഡൺ. അപ്പോൾ ഇവിടെ എൻ്റെ ആൻസർ ഷീറ്റ് എനിക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഐ വിൽ സെലക്ട് ആഡ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഐ വിൽ സെലക്ട് ഫയൽ ആൻഡ് ഐ വിൽ സെലക്ട് മൈ ആൻസർ ഷീറ്റ്. ഐ വിൽ സെലക്ട് മൈ ഫസ്റ്റ് പേജ്. എൻ്റെ ഫസ്റ്റ് പേജ് ഇവിടെ അപ്ലോഡായി വരികയാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരിക്കണം. റേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡായി വരും. ഓക്കെ, ഇപ്പോൾ കാണാം എൻ്റെ ഫസ്റ്റ് പേജ് ഇവിടെ അപ്ലോഡായി. ഇനി എനിക്ക് എൻ്റെ സെക്കൻഡ് പേജ്, ആൻസർ ഷീറ്റിൻ്റെ സെക്കൻഡ് പേജ് ആഡ് ചെയ്യണം. സെയിം പ്രോസസ്. ഐ വിൽ സെലക്ട് ആഡ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഐ വിൽ സെലക്ട് ഫയൽസ്. എൻ്റെ സെക്കൻഡ് പേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ദിസ് ഈസ് മൈ സെക്കൻഡ് പേജ്. എൻ്റെ സെക്കൻഡ് പേജ് ഇവിടെ അപ്ലോഡായി വരികയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ എൻ്റെ സെക്കൻഡ് പേജ് അപ്ലോഡായി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ വർക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിസ്സിങ്. അതായത് നമ്മൾ വർക്ക് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അവർ വർക്ക് ഈസ് മിസ്സിങ്. സോ നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സബ്മിറ്റ് ചെയ്യണം. സോ താഴെ ടേൺ ഇൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്, ടേൺ ഇൻ. അപ്പോൾ ചോദിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഓൾറെഡി നമ്മൾ വർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അൺസബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് റീസബ്മിറ്റ് എന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ റീസബ്മിറ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ടേൺ ഇൻ എന്ന ഓപ്ഷൻ വീണ്ടും ചോദിക്കും. അപ്പോൾ വീണ്ടും ടേൺ ഇൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് സബ്മിറ്റഡ്. നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. ടേൺഡ് ഇൻ, ഡൺ ലേറ്റ് ആയിട്ടാണ് വർക്ക് വെച്ചതെങ്കിൽ ഡൺ ലേറ്റ്. ഇനി വർക്ക് സബ്മിറ്റ് ആയിട്ടുണ്ട്. അൺസബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വർക്ക് നമുക്ക് അൺസബ്മിറ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് അൺസബ്മിറ്റ്. അപ്പോൾ ചോദിക്കും വർക്ക് അൺസബ്മിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ക്ലിക്ക് അൺസബ്മിറ്റ്. അപ്പോൾ നമ്മുടെ വർക്ക് അൺസബ്മിറ്റ് ആവും. വീണ്ടും ടേൺ ഇൻ എന്ന ഓപ്ഷൻ ക്ലിയർ ആയി വരും. നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് മാറിപ്പോയെങ്കിൽ ഇവിടെ സൈഡിൽ ഒരു ഇൻറ്റു മാർക്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ 2 ഫോട്ടോസും സെയിം രീതിയിൽ തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 ഫോട്ടോസും റിമൂവുമായി. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ്സിൽ നമ്മുടെ വർക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്നും സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അൺസബ്മിറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.